ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പൊ കൊറേ നാളായല്ലേ നമ്മളെ കാണാത്ത, ഏകദേശം 2 ആഴ്ചയോളം ആയിട്ടുണ്ടാവും നമ്മളെ കാണാത്തത് അല്ലേ? 2 ആഴ്ചയില് മുകളിലായിട്ടുണ്ടോ? കുറച്ച് തിരക്കായി, പിന്നെ കുറച്ച് മടി പിടിച്ചു. അങ്ങനെ പറയണ്ട, ശരിക്കും പറഞ്ഞാ മടി തന്നെ. തിരക്ക് കഴിയുമ്പോ പിന്നെ നമുക്ക് ആ ഒരു ഫ്ലോ അങ്ങ് പോയി. പിന്നെ സമയം കിട്ടുമ്പോ നമുക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യമായിട്ട് ഇങ്ങനെ മടി വരുന്നു. നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് തന്നെ ഏകദേശം 2 ആഴ്ചയില് മുകളിലായി കേട്ടാ. നമ്മള് ബേബീന്റെ നമ്മൾ ഇടാൻ വേണ്ടി പോകുന്ന വീഡിയോ പൊന്നേട്ടല് നാപ്പോളിന്റെ ആ ഒരു ഫംഗ്ഷനുള്ള വീഡിയോ നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത്. ഈ ബെഡിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കലേ പരിപാടി. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മളിപ്പോൾ ഇടുന്നത്. അതന്നെ ഏകദേശം 2 ആഴ്ചയിൽ മേലായിട്ടുണ്ടാവും അല്ലേ? കഴിഞ്ഞ 26-നായിട്ടാണ് ആ പ്രോഗ്രാം കഴിഞ്ഞ്. ഇന്നിപ്പോൾ എത്ര ആയിട്ടുണ്ടാവും? 17 അല്ലേ? 12 അല്ല 17 അല്ലേ? അപ്പൊ 20 സെറ്റായി. അപ്പൊ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല. ശരിക്കും പറഞ്ഞാല് നമ്മൾ അന്ന് എന്താ പറയാ, ഞാനിവിടെ ഉണ്ടായിട്ടുണ്ടായിട്ടില്ല ആ വീഡിയോ, ആ സംഭവം നടക്കുന്ന സമയത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ കറണ്ട് പോയും വരും അങ്ങനെയാന്നൊരു അവസ്ഥ ഉണ്ടായത് അല്ലേ? അതുകൊണ്ട് തന്നെ മർസിന്റെ കയ്യിലെ ക്യാമറ ഉണ്ട്, അത് അറിയാലോ, കൊളാക്കി വെച്ചിട്ടുണ്ടാവും വീഡിയോയില്. പിന്നെ ഞാൻ വന്നതിന് ശേഷം കുറച്ച് എടുത്തത് ഉണ്ടെങ്കിലായി. പിന്നെ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഫീദെല്ലാം പോകുന്നോണ്ട് നമ്മള് പ്രോഗ്രാമില് ചെറിയ രീതിയിലാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യുന്നതെന്നാ പറഞ്ഞത്. അപ്പം സംഭവം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായത്. മുഫീദ് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക, വലിയ പ്രോഗ്രാമിലും മാറ്റി അവർ ചെറിയ രീതിയിലേക്കാണ് മാറ്റിയിട്ടായിരുന്നു. അത് റുദേന്റെ ഉമ്മയും നമ്മളെ ഇവളുടെ ഫാമിലിയും കുറച്ച് ആൾക്കാർ, അങ്ങനെ മാത്രമായിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലേ? നമുക്ക് ആ ഒരു വീഡിയോ തുടങ്ങാം. അപ്പൊ നമ്മളെ നെസുവിന്റെ ഡ്രസ് ഇതാണ് വരുന്നത്. ഇതാ പെയിന്റ് കുപ്പായും അല്ലേ? കൈമുറിഞ്ഞത് കാണിച്ചേ. നല്ല നെസുവിന്റെ കൈ മുറിഞ്ഞിട്ടതാ ഗൈസ്. പിന്നെ ഇതാ നമ്മള് ഫാത്തിമ ഉണ്ട് കേട്ടാ. എനിക്ക് നദീർക്കാന്റെ ഉമ്മാനെ കൂട്ടാൻ വേണ്ടി പോയിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം എടുക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ലുബിന ഒരു ഹായ് പറഞ്ഞോ. ഞാൻ ഹായ് പറഞ്ഞിട്ടില്ല, ഹായ് പറയണ്ട. അപ്പൊ നമ്മള് അപ്പുറം പാട്ടും എല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാക്കി അപ്പുറത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മള് ബേബി നല്ല ഉറക്കാന്ന് കേട്ടാ. ബേബിന്റെ ഡ്രസ്സ് ഇതാണ്. അടിയിൽ ഇങ്ങനെ ആക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിലുള്ള ക്ലോത്തും, പിന്നെ മുകളില് ചെറിയൊരു നെറ്റ് വരുന്ന ടൈപ്പാട്ടാ എടുത്തിട്ടുണ്ടായത്. പിന്നെ മുഫീദ് അവിടെ നീ വൈറ്റ് ഇടുന്നില്ല? വൈറ്റ് ഷർട്ട് ഇടാൻ. ആ വൈറ്റ് ഷർട്ട് ഇട്ടോറാ. റുദ വൈറ്റ് ഇടുന്നു, അപ്പൊ നീയും വൈറ്റ് തന്നെ ഇട്ടോ. നാപ്പൊളിക്കില്ലേ, പൊതുവെ വൈറ്റാന്ന് ഇടലേ. ആ അപ്പൊ നമ്മളെ ഫുഡെല്ലാം റെഡിയായി കേട്ടാ. ഇതില് ബട്ടൂരുണ്ട്. പിന്നെ നമ്മള് ചിക്കൻ ബിരിയാണി കേട്ടാ പറഞ്ഞിട്ടുണ്ടായത്. എതിർക്കായിരുന്നു സാധാരണ ഇതെല്ലാം കാണിച്ചു തരുത്ത്. എതിർക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് കേട്ടാ. നമ്മള് ചിക്കൻ ബിരിയാണിയാണത്. ഇത് പിന്നെ വെജ് കുറുമ. നമ്മള് ഇവിടുന്ന് ചിക്കൻ ഫ്രൈയും മറ്റു സംഭവം, ചിക്കൻ ഫ്രൈ അല്ല ചില്ലി ചിക്കനും ഇതെല്ലാം ആക്കാന്ന് വിചാരിച്ചേട്ടാ. നമ്മള് വെജ് കുറുമ അല്ല, ഇത് അൽസയാണ്. സോറി ഗൈസ്, ഇത് അൽസയാണ്. ഇത് വെജ് കുറുമയായിരിക്കും. അപ്പം നമ്മളെ താരാട്ട് പാട്ടിൻ്റെ ബോക്സും സംഭവം എല്ലാം ഉപ്പയും ഷഹബാസും കൂടിയിട്ട് അവിടെ നിന്ന് സെറ്റ് ചെയ്യുന്നിട്ട കാര്യമായിട്ട് പണിയെടുക്കും പോലെ ഉള്ളത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ റുദൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിന്. കുറേ ടൈമായിട്ടാണ് ഇവർ ഇതിനെ കൊണ്ട് ഇങ്ങനെ കളിക്കുന്നത്. എനിക്കിനി എന്തോ സൗണ്ടാ എക്കോ എന്തോ കറക്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കുത്തിയിരുന്ന് പണിയെടുക്കുകയെന്ന് കേട്ടാ. ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലവ് ലാപ്പിന്റെ 4-in-1 മൾട്ടി ചെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് നമുക്ക് 4 രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് 4-in-1 മൾട്ടി ചെയർ കേട്ടോ. ഇതിന്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പൈപ്പാണിത്. പിന്നെ വരുന്നത് നമുക്കൊരു ഫുഡിന്റെ ട്രേ ആണ്. ഇതൊക്കെയാണ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എല്ലാം കാണിച്ചു തരാം. പിന്നെ ഇത് വരുന്നത് ഫുഡ് റെസ്റ്റ് ആണ് കേട്ടോ. നമുക്കൊരു 6 മാസം പ്രായമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെ വെച്ചിട്ട് ഇതിന്റെ 4 സൈഡിലും, അതായത് നമുക്ക് ഇതിന് പറ്റിയൊരു വീലുണ്ട് കേട്ടോ. ആ ഒരു വീല് വെച്ചിട്ട് നമുക്ക് ഈ 6 മാസം പ്രായമുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉന്തി ഏത് സൈഡിലേക്കും എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പൈപ്പൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. നമുക്ക് വലിയ പണിയും കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സാധാരണ ബേബീൻ്റെ ആ ഒരു ചെയറിൻ്റെ ആ ഒരു ഹൈറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ആ 8 പൈപ്പിൽ നിന്ന് നമുക്ക് 4 പൈപ്പ് മാത്രമേ യൂസ് ചെയ്താൽ മതി.
അപ്പോൾ നെസ് ബേബിക്ക് നമ്മൾ ഇങ്ങനെയല്ല കേട്ടോ യൂസ് ചെയ്യല്. കാരണം അവള് എപ്പോഴും നമ്മൾ ഒന്നിച്ച് തന്നെ ടേബിളിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആ ഫുൾ ഹൈറ്റിലാണ് യൂസ് ചെയ്യല്. പിന്നെ നമ്മുടെ ബേബിൻ്റെ സേഫ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുഷനാണ് കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് അവിടെ അങ്ങ് വെക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഫുഡ് ട്രേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. അത് നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പുറം രണ്ട് ചെറിയൊരു ബട്ടൺ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് ഒന്നിങ്ങ് ഉന്തി കൊടുത്താൽ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലിൽ വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു ട്രേയും കൂടി ഉണ്ട് കേട്ടോ. അത് നല്ല സേഫ്റ്റി ആയിട്ടുള്ള സാധനം. ഇവിടെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കാം. ഇവിടെ ഫുഡും വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ നെസ് ബേബിക്ക് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആ ഒരു ടേബിളിൻ്റെ ഹൈറ്റിൽ നമുക്ക് ടേബിളിന് കണക്കായിട്ടുള്ള ഒരു ഹൈറ്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക 8 പൈപ്പ് യൂസ് ചെയ്യണം കേട്ടോ. നമുക്ക് ഈസിയാണ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ നമ്മൾ ഈ ഒരു ഹൈറ്റിൽ വെക്കുന്നതാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫുഡ് റെസ്റ്റും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ കാല് വെക്കാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും അല്ല നമ്മളെ. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ സാധാരണ ടേബിളിൻ്റെ ചെയറിൽ ആ ഒരു ചെയറിൻ്റെ മേലിൽ നമുക്ക് ആ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ടാവും. അത് നമുക്ക് താഴിലൂടെ കണക്ട് ചെയ്യാം. പിന്നെ ഇപ്പുറത്തെ ബാക്കിലും ഇതേപോലെ ഒരു ബെൽറ്റ് ഉണ്ട്. അതും നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം സ്റ്റഡി ആയിട്ട് നിന്നോളും. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ആള് നല്ല എന്താ പറയുക നല്ല ഹാപ്പി ആയിട്ട് അതിലിരുന്നെങ്കിൽ ഫുഡ് കഴിച്ചോളൂ. നമ്മൾ ഒന്നിച്ച് തന്നെ ആൾക്ക് എന്താ പറയുക വന്നിരുന്ന് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ഇതൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഗോൾഡ് കാണിച്ചു തരാം കേട്ടോ. എന്താ അരഞ്ഞാണും പിന്നെ അതുപോലെ തന്നെ പാദസരം കേട്ടോ. ഇങ്ങനെ ഒരു ലവ് വരുന്ന കൊടുത്തു കാണുന്നുണ്ടതാ. ഇത് പാദസരം, ഇത് അരഞ്ഞാണ് കേട്ടോ. പിന്നെ ഇതാ ഇത് എൻ്റെ ചെറിയൊരു ഗിഫ്റ്റ് കേട്ടോ. പെറ്റുമ്മാൻ്റെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ്. ഇതും ലവ് തന്നെയാ കേട്ടോ. ലവ് തന്നെ ബ്രേസ്ലെറ്റ്. പിന്നെ റുദൻ്റെ ഉമ്മയാട്ടാ ചെയിന് കൊടുക്കുന്നത്. കഴുത്തിലത് റുദൻ്റെ ഉമ്മയാണ്. പിന്നെ എന്താ പിന്നെ റുദൻ്റെ ഫാമിലിയിൽ നിന്ന് ആർക്കും അങ്ങനെ കുറേ ആൾക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഉപ്പിയും ഉമ്മയും മാത്രം കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഫംഗ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യട്ടോ. പൊന്നിട്ട് കൊടുക്കാൻ വേണ്ടി പോവേന്ന് നമ്മൾ ഉപ്പാൻ്റെ ആഗ്രഹപ്രകാരം പോലെ തന്നെ മോളെ മടിയിൽ വെച്ച് പൊന്നു കെട്ടാൻ വേണ്ടി പോവേട്ടാ. ഇനി അങ്ങോട്ട് നമുക്ക് മീലുവിൻ്റെ താരാട്ട് പാട്ടും കേൾക്കാം. ഹസ്ബി റബ്ബി ദിക്ർ കേട്ടുറങ്ങൂ മിൽസ യസ്ലിൻ. അസർ മുല്ലപ്പൂവ് പോലെ പുഞ്ചിരിക്കും മിൽസ യസ്ലിൻ. ഹസ്ബി റബ്ബി ദിക്ർ കേട്ടുറങ്ങൂ മിൽസ യസ്ലിൻ. അസർ മുല്ലപ്പൂവ് പോലെ പുഞ്ചിരിക്കും മിൽസ യസ്ലിൻ. മുഫീദ് പാപ്പയുടെ ഭാഗ്യനിധി മിൽസ യസ്ലിൻ. ഫാത്തിമ റുദ ഉമ്മ പാലൂട്ടുന്ന മിൽസ യസ്ലിൻ. പുന്നാരെ നിന്നെ കാണാൻ എന്തു രസം കുഞ്ഞുമോളെ. എല്ലാരും നെഞ്ചിലേറ്റി താരാട്ടുന്നൊരോമലാണെ. ഹസ്ബി റബ്ബി ദിക്ർ കേട്ടുറങ്ങൂ മിൽസ യസ്ലിൻ. അസർ മുല്ലപ്പൂവ് പോലെ പുഞ്ചിരിക്കും മിൽസ യസ്ലിൻ. ഉപ്പാപ്പ മുഹമ്മദ് മുത്തിനിന്ന് പൊന്ന് തന്നു. ഉപ്പും മസീനത്തും കുഞ്ഞരഞ്ഞാണം കെട്ടിത്തന്നു. ഉപ്പാപ്പ മുഹമ്മദ് മുത്തിനിന്ന് പൊന്ന് തന്നു. ഉപ്പും മസീനത്തും കുഞ്ഞരഞ്ഞാണം കെട്ടിത്തന്നു. താരാട്ടാൻ 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 ഉപ്പുമാന്റെ ഉപ്പയാം അഹമ്മദോരും. ഉപ്പുമാണ്ടുമ്മയാം നഫീസയും നിന്നരികെ വരും. ഹസ്ബി 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 റബ്ബി ദിക്ർ കേട്ടുറങ്ങൂ മിൽസ യസ്ലിൻ. അസർ മുല്ലപ്പൂവ് പോലെ പുഞ്ചിരിക്കും മിൽസ യസ്ലിൻ.
മസീഫ് മുത്തങ്ങളേകും നിൻ കവിളിൽ മൂത്തമ്മ സാഹിറയോ മധുരമേകും നിന്റെ ചുണ്ടിൽ മൂത്താപ്പ മസീഫ് മുത്തങ്ങളേകും നിൻ കവിളിൽ മൂത്തമ്മ സാഹിറയോ മധുരമേകും നിന്റെ ചുണ്ടിൽ കുഞ്ഞെ നിൻ ഉപ്പാന്റെ പെങ്ങളാം മർസീനയും ഭർത്താവാം നദീറും മകൾ നസഹറിഷും ചേർന്ന് പുന്നാരത്താൽ പാട്ട് പാടും ഹസ്ബി 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 റബ്ബി ദിക്ർ കേട്ടുറങ്ങൂ മിൽസ യസ്ലിൻ അസർ മുല്ലപ്പൂവ് പോലെ പുഞ്ചിരിക്കും മിൽസ യസ്ലിൻ. അങ്ങനെ പൊന്ന് കെട്ടലൊക്കെ കഴിഞ്ഞിട്ടാ. ഇനി ഇതാ ഫുഡ് കഴിക്കലാട്ടാ നെക്സ്റ്റ് പരിപാടി വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവും വരികയും ചെയ്യുന്നുണ്ടായിന്. അത് പിന്നെ എല്ലാ ഫംഗ്ഷനും അങ്ങനെയാണല്ലോ. വീട്ടിലെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കറണ്ട് പോവും വരികയും ചെയ്യുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കറണ്ട് വന്ന സമയത്ത് വേഗം വീഡിയോ എടുത്തതാട്ടാ. അപ്പം നമ്മൾ ആദ്യം ആണുങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. ഇളയുപ്പനാസറിന്ന് ഇമ്പമോടെ താരാട്ടിയിടും ഇവരുടെ മക്കളായ ഷഫ്നാസും ഷഹബാസും ഫാത്തിമയും ചേർന്ന് തൊട്ടിലാട്ടി പാടിയിടുന്നു രാരിരോ 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 മിൽസ യസ്ലിൻ മോളുറങ്ങ് റഹ്മാൻ അല്ല തന്ന കൺമണി. പോട്ടെ ബൈ. ശരി ശരി. നിങ്ങളോടോ അപ്പോൾ ഗൈസ് നമ്മള് എന്താ പറയാ താരാട്ട് പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് നമ്മളെ മസീപ്പിന്റെ കെയർ ഓഫിൽ ശരിയാണ് അല്ലേ? മസീപ്പിനാണ് ഫസ്റ്റ് കുഞ്ഞായ താരാട്ട് പാട്ട് ചെയ്യണം. മെയിനായിട്ട് താരാട്ടുപാട്ടിന്റെ ആ ഒരു ഇതുണ്ടായിരുന്നു. നെസൂനായാലും അങ്ങനെ തന്നെയാണ്. നെസൂന്റെ പാട്ടും മറ്റേ ബർത്ത്ഡേന്റെ സമയത്ത് നമ്മളതിൽ ചെയ്തതും എല്ലാം മോന്റെ ഇതിലാണ്. ആ മോനെ ബർത്ത്ഡേ അടുത്ത മാസം ഫെബ്രുവരിയിലാട്ടാ. നാളെ അല്ല ഫെബ്രുവരിയില്. നാളെ അല്ല ഇപ്പൊ ഫെബ്രുവരിയിലാണ്. ഒരാള് പറയും എപ്പ ബർത്ത്ഡേ? നാളെ അല്ല ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി 4-ാം തീയതി. അപ്പോൾ താരാട്ടുപാട്ട് ഞാൻ 2 പാട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മള് ഈ വീഡിയോയില് കൊടുത്തിട്ടുണ്ടാവും. അത് ഏതാന്ന് ഇപ്പൊ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഏതാ കേട്ടത് ഇപ്പം പറയാൻ കഴിയില്ല. അപ്പൊ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോ എന്തായിരിക്കും വെച്ചാൽ നമ്മളെ വെഡിങ് ആനിവേഴ്സറി. അത് ഡിസംബർ 27 ഉണ്ടായ വെഡിങ് ആനിവേഴ്സറി. ഒരു മാസത്തിന് ശേഷം നമ്മൾ ആ വീഡിയോ ഇടുന്നതായിരിക്കട്ടാ. അപ്പൊ ഇൻഷാല്ല ആ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ.